യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. യെശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ? ഇന്ന് മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറിഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. സ്തോത്രം. രണ്ടാമത് യെശയ്യാ പ്രവചനത്തിനകത്ത് ആ പ്രവചന പശ്ചാത്തലങ്ങളെല്ലാം ഒത്തിരി പുറകിലേക്ക് നോക്കി നമ്മൾ കുറേ കാര്യങ്ങൾ, വലിയ വലിയ ഡീപ്പ് പ്രവചനങ്ങളാണ്. അതിനിടയിൽ നിന്ന് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് അടർത്തിയെടുക്കുന്നൊരു വാക്കാണ്. ഇപ്പം രണ്ടാമത്തെ ഈ പ്രമേയത്തിനകത്ത് രണ്ടാമത്തെ വാക്യം യെശയ്യാവ് 48:6. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, പ്രവാചകനെ കൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. അപ്പൊ ഇത്രയും നാളും കേട്ടതല്ല, ഇന്നു മുതൽ പുതിയതെന്തോ കേൾക്കാൻ പോവുകയാണ്. അത് മറഞ്ഞിരിക്കുകയായിരുന്നു. സ്തോത്രം. നീ അറിയാതിരിക്കുകയായിരുന്നു. നീ അറിയാതിരുന്ന, നിനക്ക് മറഞ്ഞിരുന്ന പുതിയ കാര്യങ്ങൾ അത് ഇന്നു മുതൽ ഞാൻ നിന്നെ കേൾപ്പിക്കും. ഞാൻ ഈ സന്ദേശത്തോടൊന്ന് ബന്ധപ്പെടുത്തി പറയട്ടെ. ഞാൻ ആദ്യം പറഞ്ഞത് ലൂക്കോസ് 1:48. അതിനകത്ത് പറഞ്ഞത് കർത്താവ് ഉള്ളിൽ ഉരുവായാൽ, യേശുക്രിസ്തു ഉള്ളിൽ വന്നാൽ, അവിടെ എഴുതിയിരിക്കുന്നത് ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു വന്ന നിശ്ചയമായിട്ടും ഭാഗ്യമാവും. എന്നാൽ അതിനോട് ബന്ധപ്പെട്ടതിന് തൊട്ടു താഴെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യം ഞാൻ പറയാം. യേശു അകത്ത് വന്നാൽ അന്ന് മുതൽ നീ കേൾക്കുന്നത് തന്നെയും പിന്നെയും കേട്ട പഴയ കാര്യമായിരിക്കുകയല്ല. കർത്താവ് നിന്നെ ഏറ്റവും പുതിയത്, ആരും കേട്ടിട്ടില്ലാത്തത്, നിനക്ക് വേണ്ടി മാത്രം പറയാൻ വെച്ചോണ്ടിരുന്നത് എന്ന് തോന്നി. അങ്ങനെയല്ല വാക്യം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ പലരും കാണുമല്ലോ. അപ്പോൾ എഴുതിയിരിക്കുന്നത് ഇന്ന് മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരുന്നത് തന്നെ ഞാൻ നിന്നെ കേൾപ്പിക്കും. നമ്മൾ കേൾക്കുന്ന കാര്യത്തിനകത്ത്, സ്തോത്രം, വലിയ ഈ ഭക്തന്മാർ പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിനകത്ത്, ദൈവമേ കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കണേ. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനൊരു വാക്യം പറയാം. ഈ സങ്കീർത്തനങ്ങൾ 51 വായിക്കുന്ന ഒരു വാക്യമുണ്ട്. 51:8 വാക്യം: സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന, എൻ്റെ കർത്താവേ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു വരിക, ഇന്നത്തെ ദിവസമെങ്കിലും എൻ്റെ ദൈവമേ കേൾക്കുന്നത് സന്തോഷമുള്ളത്, ആനന്ദം. കാരണം അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട വന്നെങ്കിൽ എന്താ വിഷയം? 51 സങ്കീർത്തനാന്ന് ഓർത്തോണം. 51 സങ്കീർത്തന പശ്ചാത്തലം അറിയാലോ. സ്തോത്രം. കരച്ചിലിൻ്റെ സങ്കീർത്തന, അനുതാപ സങ്കീർത്തന. ദൈവത്തിൻ്റെ കാലേ കിടന്ന് കരയുക, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം, സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണം, പരിശുദ്ധാത്മാവിനെ എന്നെ എടുക്കരുത് പറഞ്ഞുകൊണ്ട് കാലേ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു സങ്കീർത്തനാന്ന് ഓർത്തോളണം. ആ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം പറയുക, എൻ്റെ ദൈവമേ എന്നെ ആനന്ദവും സന്തോഷവും എന്നെ കേൾക്കുമാറാക്കണമേ. അപ്പോൾ വാക്കിനകത്ത് നിങ്ങൾക്ക് ഡീപ്പായിട്ടൊന്ന് ഗ്രഹിക്കുവാണെങ്കിൽ ഇപ്രകാരമാണ്: നീ എത്ര വലിയ മുതലാളിയാണെങ്കിലും, എത്ര വലിയ രാജാവാണെങ്കിലും, നിന്റെ ഫോണിൻ്റെ അങ്ങേ തലയിൽ കൂടെ നീ എന്ത് കേൾക്കണമെന്ന് പോലും നിശ്ചയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന് ഈ പ്രാർത്ഥനയെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒരു രാജാവായി പറയുന്നത്. അവിടെ എല്ലാ ദിവസവും രാവിലെ ഇയ്യോബിൻ്റെ വീട്ടിൽ ഒരു ദിവസം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു ദിവസം ഓർക്കുന്ന എന്താ? രാവിലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പിശാചിന് വേലി പൊളിച്ചു കൊടുത്ത ദിവസം. യോബ് വീട്ടിലിരിക്കുക, ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തർ വീട്ടിലേക്ക് വരിക. അന്ന് ഫോണില്ല, അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, മീഡിയകളൊന്നുമില്ല. വാമൊഴിയായിട്ട് ആളുകൾക്ക് മെസ്സേജുകൾ കൈമാറുന്ന സമയമാണ്. യോബ് ഇരിക്കുന്ന സമയത്ത് ഒരുത്തൻ ഓടിക്കരച്ചു വരുന്നു, മുതലാളി എന്ന് വിളിച്ചോണ്ടായിരിക്കും വരുന്നത്. യജമാനനെ ഒച്ച പറഞ്ഞു, ആടുകളെ മുഴുവൻ ആരാണ്ടും പിടിച്ചോണ്ട് പോയി, കാളകളെ അടുത്തോമെന്ന് പറയുന്നു, ഒട്ടകത്തെ മുഴുവൻ കൊണ്ടുപോയി. കേൾക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി കേൾക്കുന്നത് മുഴുവൻ നാശത്തിന്റെ വാക്കുകളാ. അപ്പൊ ഒരുത്തൻ പറയുന്നു, പിള്ളേർക്കല്ല അങ്ങേന് മുതലാളിയല്ല, വലിയ ജന്മിയല്ല, വീട് പണിത് കൊടുത്തിരുന്നതാ. ഒരുത്തൻ വന്ന് പറഞ്ഞു, ഒറ്റ കാറ്റിന് പിള്ളേരുടെ വീടെല്ലാം ഇടിഞ്ഞ് താഴെ പോയി, മക്കള് മരിച്ചു. കേൾക്കുന്നതെല്ലാം മരണത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, അപകടത്തിൻ്റെ, ജപ്തിയുടെ, ക്യാൻസറിൻ്റെ, ട്യൂമറിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും കേൾക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ഏത് വലിയവനും കുഴഞ്ഞു പോകൂലേ? അപ്പോൾ ദൈവം പറയുന്നു, കർത്താവിനെ നീ രക്ഷകനായി സ്വീകരിച്ചാൽ, യേശു അകത്ത് വന്നാൽ, അന്നു മുതൽ
അന്നു മുതൽ നിന്റെ കാതുകളിൽ കേട്ടതെല്ലാം, നിന്നെക്കുറിച്ചില്ലാത്തത് മുഴുവൻ പറഞ്ഞതും, നിന്റെ അപ്പൻ നിന്നോട് പറഞ്ഞത്, നിന്റെ ഭർത്താവ് നിന്നോട് പറഞ്ഞത്, നീ പ്രായമായി പിള്ളേര് തിരിഞ്ഞു നിന്ന് കുറച്ചു നാളായി പറയുന്നത് എന്നും കുറ്റമാണ്, എന്നും കുറ്റം. അങ്ങനെ നിന്നെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ ഇന്നലെ വരെയും നിനക്ക് കേൾക്കുമ്പോൾ വേദന ഉളവാക്കുന്നതാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, നിന്റെ മക്കളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നിന്റെ ചങ്ക് പൊട്ടുന്നതാണെങ്കിൽ, ചിലർ പറയുന്ന ചീത്ത വാക്കുകൾ, നീചമായ വർത്താനങ്ങൾ, അത് കേട്ട് ഇന്ന് എന്നോടൊരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് ഇട്ട് ഇതിനകത്ത് കണ്ണുനീരോടെ പറഞ്ഞു, ജീവിതത്തിൻ്റെ ഏറ്റവും വേദനയിൽ കൂടെ കടന്നു പോകുന്ന സമയം വേറെ ചിലർ പറഞ്ഞ ചില വാക്കുകൾ, ആ വാക്കുകളൊന്നും എന്നോട് പറഞ്ഞില്ല, അവരുടെ വേദനയെന്ന് ഞാൻ മനസ്സിലാക്കി. തീർത്തും എന്തൊക്കെയോ മോശം. അപ്പൊ കാതിൽ കേൾക്കുന്നതെല്ലാം, നമ്മുടെ നിസ്സഹായ വേളയിൽ കാതിൽ കേൾക്കുന്നതെല്ലാം തകർച്ചയാണെങ്കിലോ? പക്ഷെ ദൈവം ഒരു കാര്യം പറയുന്നു, ഇന്ന് വരെ കേട്ടതെല്ലാം റിസൾട്ടിന് കാത്തിരിക്കുക. ടെൻഷനാ പിള്ളേർക്ക്. ഇന്റർനെറ്റിൽ കൂടെയൊക്കെ ആയിരിക്കും മിക്കവാറും, സൈറ്റിൽ കയറി നോക്കുമ്പോഴായിരിക്കും. അങ്ങനെ ചില പിള്ളേർ നോക്ക് പോലും ഇല്ല, മറ്റേ കൂട്ടുകാർ വിളിച്ചു പറയണം. ഒരു പേടിയായിട്ട് സൈറ്റ് പോലും ഓപ്പൺ ചെയ്യാത്ത പിള്ളേരുണ്ട്. വിളിച്ചു പറയുമ്പോൾ നിന്റെ പേരില്ല, പരാജയപ്പെട്ടു എന്ന് കേട്ട് ഇത് 5ാമത്തെ പ്രാവശ്യം കേൾക്കുന്നത്. ഫെയിലായി. ഞാൻ നിങ്ങളോടുള്ള ദൂത് പറയുക, ഈ ഉപവാസത്തിൻ്റെ ദൂത് പറയുക. നിങ്ങൾക്കൊരു രാജ്യത്തിൻ്റെ കടമ കടന്നു പോകാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുക. 10,000, 30,000, 50,000 രൂപ മുടക്കി എഴുതേണ്ട പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുക. 4 പ്രാവശ്യവും റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന നീ കേട്ടത് നിനക്ക് ഈ പ്രാവശ്യം പോകാൻ പറ്റില്ല, ഫെയിലായി എന്നായിരിക്കും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യേ, അടുത്തൊരു ഉപദേശിയുടെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് അങ്ങേരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് യേശു ക്രിസ്തു അകത്തുണ്ടോ എന്നൊന്ന് പരിശോധിക്കേ. ക്രിസ്തുവിനെ ഹൃദയം തുറന്നു കൊടുക്കും. നാഥ, മറിയയുടെ ഉള്ളിൽ ഉരുവായതുപോലെ എൻ്റെ അകത്ത്, തിരുവെഴുത്ത് പറയുന്നത് പോലെ എൻ്റെ ഹൃദയ കവാടങ്ങൾ തുറന്നു തരാം. ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാം, എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കാം, എൻ്റെ ഉള്ളിൽ അങ്ങ് രാജാവായി വാഴണം, എൻ്റെ അകത്ത് ദൈവമായ കർത്താവിനെ ഞാൻ സ്വീകരിക്കാം. എൻ്റെ കർത്താവേ, ഒരു ബൈബിൾ മേടിച്ച് വീട്ടിൽ വെച്ച് വായിക്കാന്ന് പറയുന്നത് പോലെ അല്ല യേശു ഉള്ളിൽ ഉരുവാകുന്നത്, വീണ്ടും ജനിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നത്. കർത്താവ് അകത്ത് വന്നാൽ, ദൈവമായ കർത്താവുമായിട്ട് അഭേദ്യ ബന്ധമുണ്ടായാൽ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മക്കളായി തീർന്നാൽ, അന്ന് മുതൽ നീ കേൾക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്, നിന്നെ കേൾപ്പിക്കും. ഇന്നു മുതൽ പുതിയത് ഞാൻ നിന്നെ കേൾപ്പിച്ചോളാം. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പറയുന്നു, നീ ഇന്ന് വരെ കേട്ടത് മുഴുവൻ ദുഃഖത്തിൻ്റെയും കരച്ചിലിൻ്റെയും അപമാനത്തിൻ്റെയും വാക്കുകളായിരുന്നെങ്കിൽ, ഇന്നു മുതൽ സ്വർഗം പറയുന്നു, ഞാൻ ചില നല്ല കാര്യങ്ങൾ നിന്നെ കേൾപ്പിക്കും. നിനക്ക് അനുഗ്രഹമുള്ള, നിനക്ക് ഉയർച്ചയുള്ള, നിനക്ക് മാന്യതയുള്ള, നിനക്ക് വളരാൻ പറ്റുന്ന, നിനക്ക് ജീവിക്കാൻ പറ്റുന്ന, നിന്നെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വാക്കുകൾ കേട്ടോ, നീ അറിയാതെ മറിഞ്ഞിരിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ ചില പ്രയോഗങ്ങൾ ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ മനസ്സ് ആനന്ദിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം നാം കേൾക്കാനിരിക്കുക. പക്ഷെ ദൈവം ആ വാക്കുകൾ പിടിച്ചു വെച്ചിരിക്കുക, ആ റിസൾട്ട്, ആ റിപ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുക. നീ കേൾക്കാനിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, ജനുവരി മാസം തീരുന്നതിനേക്കാൾ മുമ്പ് തന്നെ നീ വിചാരിക്കാത്ത നല്ല കാര്യങ്ങൾ ദൈവം നീ കേൾക്കുമെന്നല്ല, പുതിയത് നിന്നെ നീ അറിയാതെ മറിഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ ഞാൻ കേൾപ്പിക്കും. ഇന്നു മുതൽ ഞാൻ കേൾപ്പിക്കും. നിന്റെ ജീവിതത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ. നിങ്ങൾക്കൊരു കേസ്, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തു, കേസും കൊടുത്തു. അങ്ങനെ കേസ് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ദൂത് എന്ന് എൻ്റെ തന്നിട്ടില്ല. ഞാൻ കേസ് കളിക്കുന്നവരോടല്ല, നിങ്ങൾക്ക് എതിരെ ആരോ ഒരു കേസ് കൊടുത്തു, കോടതി പോകേണ്ട വരും, വക്കീലിനെ കാണേണ്ട വരും, നമുക്കറിയില്ലല്ലോ. അങ്ങനെ നിർവാഹമില്ലാതെ നിങ്ങൾ കോടതി വരാണ്ട് നിൽക്കേണ്ട വന്നു, കേസ് റൺ ചെയ്തു. മിടുക്കന്മാരായിരിക്കും അപ്പോൾ വാദിക്കുന്നവരും നിൽക്കുന്നവരും. സാഹചര്യങ്ങളുടെ തെളിവുകളൊക്കെ ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ വാക്യം അടിവരയിട്ടിട്ട് വിശ്വസിക്കുക, കേസിൻ്റെ വിധി വരുമ്പോൾ എന്താകുമെന്നറിയില്ല. പക്ഷെ ഈ വാക്യം വെച്ച് യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നിങ്ങൾ അടിവരയിട്ടിട്ട് പ്രാർത്ഥിക്കണം. ഈ കേസിൻ്റെ മറുപടി അല്ലെങ്കിൽ ഇതിൻ്റെ വിധി വരുമ്പോൾ ഞാൻ കേൾക്കാൻ പോകുന്നത് എന്നെ കരയിപ്പിക്കുന്ന ഒരു വിധി ആയിരിക്കില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ സന്തോഷിപ്പിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത്, ഇതുവരെ നീ കേട്ടിട്ടില്ലാത്തത്, നിനക്ക് അനുകൂലമായത്, നിന്നെ കരുതുന്നത്, നിന്റെ തല കുനിയാത്തത് ഞാൻ നിന്നെ കേൾപ്പിക്കാം ഇന്നു മുതൽ. ഇന്നു മുതൽ എന്നുള്ള വാക്കിനെ
ഞാനിന്ന് പ്രസംഗിച്ചത് കൊണ്ടൊന്നും അല്ല, പിന്നെ എന്തുകൊണ്ട്? നീയും ദൈവമായിട്ടൊരു വലിയ അഭേദ്യമായ ബന്ധം അടിത്തട്ടിലൊത്താൽ അന്നു മുതൽ നീ കേൾക്കുന്നത് വളരെ അനുഗ്രഹത്തിൻ്റെതായിരിക്കും, നന്മയുടേതായിരിക്കും. എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒക്കെ മനസ്സിലാവുന്നു. ഞാൻ കുറേ കാര്യങ്ങളുടെ മനസ്സിലൂടെ വരുന്നുണ്ട്. തലമുറകൾ ജനിക്കാത്തവർ, 2-3 പ്രാവശ്യം കൺസീവായിട്ട് പ്രസവിക്കാൻ ഭാഗ്യമില്ലാതെ പോയവർ, വീണ്ടും വരം തപ്പി പിടിച്ചോണ്ട് അവിടെ ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും അയ്യോ വെച്ചോണ്ടിരിക്കാൻ പറ്റിയാലോ, ഒന്നിലേ അമ്മ പോകും. അതുകൊണ്ട് ഞാൻ എന്താ പറയണ്ടേ? ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് അറിയില്ല. അങ്ങനെ 1 പ്രാവശ്യം കഴിഞ്ഞ് 2 പ്രാവശ്യം കഴിഞ്ഞ് 3, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ആത്മാവിൽ പറ, ഇല്ല, ഇന്നു മുതൽ ഞാൻ കേൾക്കാൻ പോകുന്നത് സ്തോത്രം ഇതില്ലാതെയാകുമെന്നല്ല, എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ ജീവനെ ബലമുള്ളതാക്കി മാറ്റും, എനിക്കൊരു തലമുറയെ തരും, ഇന്നു മുതൽ ഞാൻ ദൈവത്തിനായി ജീവിക്കാം എന്ന് അങ്ങോട്ട് പറ. ഇന്നു മുതൽ ഞാൻ ദൈവ വഴി തിരഞ്ഞെടുക്കാം, ഇന്നു മുതൽ എൻ്റെ പാപപ്രവണതകളെ മുഴുവൻ ഞാൻ വിട്ടുകളയാം. അങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ സ്വർഗം ഇങ്ങോട്ട് പറയും. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നീ കേൾക്കാൻ പോകുന്നതെല്ലാം പോസിറ്റീവായ അനുഗ്രഹത്തിന് ദൂതായിരിക്കും. ഏത് വേണമെന്ന് നിശ്ചയിച്ചു. ദൈവസന്നിധിയിൽ ഇന്നു മുതൽ നാം എന്തായിരിക്കണം? അവിടെ ഞാൻ പറഞ്ഞത് പുതിയ തുടക്കങ്ങൾക്ക് എപ്പോഴും സാധ്യതയുണ്ട്. ജയിലിൽ കിടക്കുന്നവർ പോലും നിരാശരാണ്. 2 വഴിയുണ്ട് അവരുടെ മുമ്പിൽ. ഒന്നുകിൽ പെട്ടു, നീ എല്ലാവരുടെ മുമ്പിൽ കള്ളനായി, അല്ലെങ്കിൽ കുറ്റവാളിയായി, ജയിൽ പുള്ളിയായി. അന്നാ ഇനി പിന്നെ മുണ്ടും മടക്കി കുത്തി ഇനി തിരിഞ്ഞു നോക്കിയിട്ട് കഥയില്ല, ഇനി തകർത്തേക്കാന്നും പറഞ്ഞ് വേണമെങ്കിൽ ആ വിധത്തിൽ അങ്ങ് പോകാം. അതല്ലെങ്കിൽ അനുതാപത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയാലും, അബദ്ധം പറ്റിയതല്ല, ചതിക്കപ്പെട്ടതല്ല, തെറ്റ് പറ്റിപ്പോയാലും സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവെ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കണമെന്ന് പറഞ്ഞാൽ ഇനിയും പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യതയുണ്ട്. വിവാഹ ജീവിതം മൊട്ട ചീത്തയായതുപോലെ കലങ്ങിപ്പോയി കാണും. ഇനി ആര് സ്വീകരിക്കാൻ? ഇനി ഇല്ല. നിങ്ങൾ വിശ്വസിക്കുക, പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ടേണിങ്ങിനും തുടങ്ങാൻ കരുത്തനായ ദൈവമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ 5 മാസം കഴിഞ്ഞിട്ടല്ല, നീ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നതിന് ശേഷമല്ല, ദൈവം പറയുന്നു ഇന്ന് തുടങ്ങുക, ഇന്ന് മുതൽ ഇന്നിവിടെ വെച്ച് ദൈവസന്നിധിയിൽ ഇപ്പോൾ ദൈവത്തോട് പറഞ്ഞാൽ ഇന്നൊരു തുടക്കം കുറിക്കാം. നിങ്ങളെ ഒത്തിരി പേര് പ്രാർത്ഥിച്ചതായിരിക്കും, നിങ്ങളിതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കേട്ടതായിരിക്കും. നിങ്ങൾ ഇച്ചിരി നേരമായിട്ട് ടി വിയിലേക്കോ നിങ്ങളുടെ ഫോണിൽ യൂട്യൂബിലോ ഉറ്റു നോക്കിയിരിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെങ്കിൽ സ്വർഗം പറയുന്നു നിന്റെ ദിവസമാണെന്ന്. ഈ ഇന്ത്യയിൽ രാത്രി സ്തോത്രം 8 മണി കഴിയുന്ന ഈ സമയം കർത്താവ് പറയുന്നു ഇത് നിന്റെ രാത്രിയാണ്. ഇന്ന് നേരം വെളുക്ക്, നീ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ഇന്ന് മുതൽ നീ കേൾക്കാൻ പോകുന്നത് മറഞ്ഞിരിക്കുന്നതാ, അതവിടെ ഉള്ളതാണ്. പക്ഷെ നിന്റെ കാതി കേൾക്കുകയല്ല, നിന്റെ വാർത്ത വരികയല്ല, നീ അത് കേട്ടില്ലെന്ന് പറയും. പക്ഷെ ദൈവം പറയുന്നു നിന്റെ അത് കേൾപ്പിക്കാൻ ദൈവമായ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. എന്തൊക്കെയോ ദൈവം നിന്നെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, നല്ല കാര്യങ്ങൾ, മക്കളെക്കുറിച്ചൊക്കെ. അടുത്ത ഫോൺ കോളിൽ തന്നെ പ്രതീക്ഷിക്കേ, കേൾക്കാൻ പോകുന്നത് അനുഗ്രഹത്തിൻ്റെ വാർത്തയായിരിക്കട്ടെ. അപ്പം ഇന്നു മുതൽ യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞ വാക്കുമായിട്ട് ഇത് ഞാൻ കണക്ട് ചെയ്തിടുക, സ്തോത്രം ഉണ്ടെങ്കിൽ നിന്റെ സ്തോത്രം നീ കേൾക്കാൻ പോകുന്നതെല്ലാം പോസിറ്റീവായി, നീ രക്ഷപ്പെടും, നിന്നെ ഞാൻ ഉയർത്തും, നിന്നെ ഞാൻ മാനിക്കും, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് നന്മ തരും, നീ സ്വർഗത്തിൽ പോകും. ഇതൊക്കെ ആയിരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടെ നിന്നാ കേൾക്കാം. പോരാട്ടമുണ്ട്, പ്രശ്നമുണ്ടെന്നൊക്കെ സത്യമാണ്. പക്ഷെ എല്ലാ ദിവസവും നിന്റെ വീട്ടിൽ ദൂത് പറയാൻ വരുന്നവരെല്ലാം ചേച്ചിയെ ആകാശ ഓടാലി വരുന്നുണ്ടെന്ന് മാത്രം പറയുന്നതെങ്കിൽ എത്ര ദിവസം കേൾക്കാൻ പറ്റും? പക്ഷേ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നിൽക്കുമ്പോൾ സ്വർഗം നിന്നെ കേൾപ്പിക്കും. നിന്റെ രോഗം സൗഖ്യമാകും. ഞാൻ നിന്നെ കരുതിയിട്ടുണ്ട്, സ്തോത്രം, നീ കോട്ട കാത്തോ, ഞാൻ നിന്നെ സൂക്ഷിച്ചോളാം, നീ എൻ്റെ പക്ഷത്ത് നിന്നു, നിനക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ഇതൊക്കെയല്ലേ കേൾക്കേണ്ടത്. പക്ഷെ വഴിമാറി സഞ്ചരിച്ചാൽ, ദൈവത്തിൻ്റെ വഴി വിട്ടുപോയാൽ, പിന്മാറിപ്പോയാൽ, കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയാൽ കേൾക്കുന്നതെല്ലാം നഷ്ടത്തിൻ്റെ കഥയായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യെ പിടിച്ച് നിന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്ക്. ഈ ജനുവരിയിൽ, ഈ ഉപവാസത്തിൽ തീരുമാനമെടുക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം പറയും ഇന്നു മുതൽ ഞാൻ നിന്നെ നഷ്ടത്തിൻ്റെ കഥകളൊക്കെ മാറ്റി എഴുതിത്തള്ളി, പലിശയുടെ മേൽ പലിശ കൊടുത്ത്, സ്തോത്രം, ഞായറാഴ്ചത്തെ സഭായകത്തിൽ ഞാൻ ദൈവദിനം ആമുഖ സന്ദേശം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ പിടിച്ചുപറി നിർത്തലാക്കും. ഒരു വാക്യം എടുത്താൽ ഞാൻ പറഞ്ഞത് യഹസ്കേൽ പ്രവചനത്തിലെ. അന്ന് ഞാൻ വിശദീകരിച്ചിരുന്നു, യൂട്യൂബിൽ കാണൂ, ആ പേരിൽ തന്നെ ആ സന്ദേശം കാണും. കഴിഞ്ഞ ഞായറാഴ്ചത്തെ കേട്ടു നോക്ക്. ഞാനോട് ചേർത്ത് വെച്ച് പറയുക,
നീ അറിയാതെ നിന്റെ തലമേൽ വന്നു വീണ പല ഭാരങ്ങളും എത്രയോ പേരുടെ പല വിഷയങ്ങൾ എഴുതി തള്ളിയിരിക്കുന്നു. ദൈവമക്കളെ, കൊടുക്കാനിരിക്കുന്ന എത്രയോ കാര്യം എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. എഴുതി തള്ളി എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട, അല്ല ഞാൻ തരത്തിലെന്ന് പറഞ്ഞ് വാശി പിടിച്ചാല ഇനി അവൻ്റെ നിന്ന് കിട്ടിയല്ല, ചോദിക്കണ്ട, നമുക്ക് നാണക്കേടില്ലെന്ന് ഓർത്ത് നമ്മളെ മടുത്തിട്ട് അവർ ഇട്ടിട്ട് പോയതുമല്ല. ചില അനുഭവങ്ങളിലൂടെ ദൈവം പറയും, നീ അവൻ്റെ നിന്ന് മേടിക്കണ്ട, നിനക്ക് ഞാൻ തന്നോളാം. ദൈവം കോംപ്രമൈസിൽ എത്തിച്ചാൽ എത്രയോ സന്തോഷമുണ്ട്. നമ്മളായിട്ട് കാല് പിടിച്ച് ചേട്ടാ കുറച്ച് തരണേ, 10 രൂപയുടെ കുറയ്ക്കണമെന്ന് പറഞ്ഞേക്കാൾ ദൈവം തമ്പുരാൻ ചില കാര്യങ്ങൾ കോംപ്രമൈസിലെത്തിക്കും.